ഒരുത്തി കള്ളിക്കാട്ടില് മുള്ളു ചെടി പോലെ ഒരുത്തി കണ്ണാടി നെഞ്ചില്. അപ്പൊ ഗൈസ്, ഇപ്പോ MDMA അങ്ങനത്തെ ലഹരി ഐറ്റംസ് മൊത്തം ഇപ്പോൾ ലേഡീസിന്റെ കയ്യിൽ നിന്നാണ് പിടിക്കപ്പെടുന്നത്. ഇങ്ങനെയുള്ള വലിയ വലിയ മാഫിയകള് ഇപ്പോൾ എന്താ വെച്ചാൽ ലേഡീസിന്റെ അടുത്ത് കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ പിടിക്കൂല എന്നുള്ളൊരു സംഭവം ഉള്ളവർത്താണ്. ഇതിപ്പോ നമ്മളെ നാട്ടിലത്തെ കേസ് ഞാൻ പറയട്ടെ. നമ്മളെ നാട്ടിൽ ഇനിയിപ്പോൾ എത്ര കിലോ, ഒരു ലോറി കണക്കിന് ലഹരി മരുന്നുകൾ പിടിക്കപ്പെട്ടാലും MDMA അതുപോലുള്ള സാധനങ്ങൾ പിടിക്കപ്പെട്ടാലും പോലീസ് സിമ്പിളായിട്ട് ഇറങ്ങിപ്പോരും. അതെന്തുകൊണ്ടാണ്? നമ്മളെ നാട്ടിലത്തെ സിസ്റ്റം ശരിയല്ലാത്തതുകൊണ്ടാണ്. ഇത് പോലീസുകാരെ പറഞ്ഞിട്ട് കാര്യമില്ല. പോലീസുകാർക്ക് നിയമത്തിലുള്ള അതേപോലെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇവരെ പൈസ കൊടുത്താണ്ട് ഇത്രയും കോടികൾ, ഇപ്പോൾ 3 കോടി 4 കോടി ഉറുപ്പിയൊക്കെ ഈ ലഹരി മരുന്ന് ഇറക്കാൻ പറ്റുന്ന, കൊണ്ടുവരാൻ പറ്റുന്ന ആൾക്കാർക്ക്, അത്രയും പൈസ ഇറക്കാൻ പറ്റുന്നവർക്ക് ഇവരെ പൈസ കൊടുത്താണ് ഇങ്ങോട്ട് ഇറക്കി കൊണ്ടുവരാൻ ഒരു റിസ്ക്കും ഉണ്ടാവില്ല. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇതേപോലെ ഡ്രഗ്സിന്റെ ഇതിൽ ഓരോരുത്തരെ പിടിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് ഓല് ഭാഗ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓല് പിന്നെ ആ ഭാഗത്തേക്ക് ചിന്തിക്കല്ല. കാരണം അതേ രീതിയിലേക്ക് അവിടുത്തെ പോലീസുകാർ പോലെ ട്രീറ്റ് ചെയ്യുക, നമ്മൾ ഇല്ലാതെടാക്കും. ഇനി ഒരിക്കലും നമ്മൾ അയിമക്ക് തിരിയില്ല എന്നുള്ള മൈൻഡ് സെറ്റ് ആക്കിയിട്ട് നമ്മളവിടുന്ന് ഭാഗ്യം ഉണ്ടെങ്കിൽ വിടുള്ളൂ. അല്ലെങ്കിൽ കാലാകാലം അവിടെ കിടക്കേണ്ടി വരും. എത്രങ്ങാനും മലയാളികളാണ് ഇപ്പോഴും നമ്മളെ ഗൾഫ് രാജ്യങ്ങളിൽ കുടുങ്ങി കിടക്കുന്നത് ഈ ഡ്രഗ്സിൻ്റെ വിഷയത്തിൽ. അപ്പോൾ നമ്മളെ സിസ്റ്റം, നമ്മളെ റൂൾസ് കുറച്ചും കൂടി സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകൾ രണ്ടാമത് ഇതിലേക്ക് ഇറങ്ങാതിരിക്കുള്ളൂ.